പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ തൃത്വത്തിന് ഞങ്ങളെ സ്തുതി. നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശ്വർ നൽകുന്നു. നല്ലവനേകും നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കരിരണയില്ല, നരകത്തിൻ കെടുകില്ല. ഈ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഒരുമിക്കും. അവിടെ അവർക്കില്ലധ്വാനം പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ ഭുവനമാ. ഇത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാം. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാഴ്ക്കുടിലാ. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീ അവ നോക്കിയളന്നീരിൽ മാമലനിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരുദ്വലം ഭാഗത്തിന് നിർത്തണമേ. ശരണം മർത്തിരു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേ. കൃപയോരും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ.
കരുണാനിധിയാം കർത്താവേ. സ്നേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന. യോപ്പേ നഗരത്തിൽ സൽപ്രവൃത്തികളാലും ദാനധർമ്മങ്ങളാലും സമ്പന്നരായി തെരേസ എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അവൾ രോഗം പിടിപെട്ട് മരിക്കുകയും അവർ അവളെ കുളിപ്പിച്ച് മാളികയിൽ കിടത്തുകയും ചെയ്തു. തത്സമയം ശിമയോൻ പത്രോസ് യോപ്പായ്ക്ക് സമീപമുള്ള ലോദ് എന്ന പട്ടണത്തിലുണ്ടെന്ന് അവർ ശിഷ്യർ കേട്ടു. വേഗം തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുവാൻ 2 പേരെ ശിഷ്യർ അവന്റെ പക്കലേക്ക് അയച്ചു. ശിമയോൻ എഴുന്നേറ്റ് അവരുടെ കൂടെ പോയി. അവൻ സ്ഥലത്തെത്തിയപ്പോൾ അവർ അവനെ മാളികയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. തെരേസ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ അങ്കികളും കുറുമ്പുപായങ്ങളും കാണിച്ചു കരഞ്ഞുകൊണ്ട് വിധവകളെല്ലാം അവന് ചുറ്റും കൂടി നിന്നു. എല്ലാവരെയും പുറത്താക്കിയ ശേഷം ശിമയോൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നെ അവൻ മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞ് തെരേസ എഴുന്നേൽക്കുക എന്ന് ആജ്ഞാപിച്ചു. അവൾ കണ്ണുകൾ തുറക്കുകയും ശിമയോനെ കണ്ടപ്പോൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. അവൻ കൈനീട്ടി അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അനന്തരം വിശുദ്ധരെയും വിധവകളെയും അകത്ത് വിളിച്ച് ജീവനുള്ളവളായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് പട്ടണം മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്റെ രക്ഷകനും ദൈവമായ കർത്താവേ, രാവും പകലും നിന്നെ ഞാൻ വിളിക്കുന്നു. പരിശുദ്ധാലവിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരവിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാരവിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ നിനക്ക് സ്തുതി. മലഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പോഴ്ത്തപ്പെടുകയും ചെയ്ത കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്താൽ ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മനുഷ്യജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥാ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, ഒഴുകിൽ നിന്നും മൃതരുന്നു നിത്യവിലും നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നീ പുനരുദ്ധാനം
അനുഗ്രഹിക്കുകയും നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആദരനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതുമായ മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓർമ്മകൾ മാത്രമാ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയന്നേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവനൊലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മൗന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലുമേക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിന്തലമെങ്ങും പൊങ്ങി മുഴങ്ങും ആഹളനാദം പൂജിതമല്ലോ. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ പ്രിയരേ, മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു, കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ, നീ പാപത്തെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമീയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെയും മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ ഖബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ, ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
അപ്പുറമുള്ളൊരു ശാശ്വത പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം പാകേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ എന്നോട് നാദാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത കൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാദം പൂജിതമല്ലോ. ഉന്നത കൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ നീ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ
കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ബലിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനർഭിത കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയപ്പെട്ട ദാസിയെ വിളിക്കുകയും എന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. പറയാതെ നീ യാത്രയായി ഒരുപാടോർമ്മകൾ തന്നു നീ യാത്രയായി. ആരോടും പറയാതെ നീ യാത്രയായി ഒരുപാടോർമ്മകൾ തന്നു നീ യാത്രയായി. ഓർമ്മകളെല്ലാം നെഞ്ചിലൊതുക്കി ഈറൻമിഴികളുമായി നിൽക്കുന്നു ഞാൻ. ഓർമ്മകളെല്ലാം ചേച്ചി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരുക്കുകയാണ്. ഒരുപക്ഷെ അകാലത്തിലുള്ള ഒരു നിര്യാണമാണ്. എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അസുഖബാധിതയായിരുന്നു. ഈ മരണത്തിന് വേണ്ടി വളരെ നന്നായി ഒരുങ്ങി എല്ലാ കുദാശകളും സ്വീകരിച്ച് വളരെ സുബോധത്തോടുകൂടി നന്നായി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് രോഗലേപനം സ്വീകരിച്ച് ഒരുങ്ങിയാണ് കടന്നു പോകുന്നത്. കർത്താവ് തീർച്ചയായും ഒരു നല്ല മരണമാണ് നൽകിയത് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അസുഖത്തിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്നും കരയേറി വളരെ നന്നായി എല്ലാ കാര്യങ്ങളും ഒരുങ്ങി തൻ്റെ മരണത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി കടന്നു പോകാനുള്ള ഒരു അവസരം കർത്താവ് കൊടുത്തു. തീർച്ചയായും എല്ലാ മരണവും നമുക്ക് വേദനാജനകമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കൾക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അത് വേദനാജനകമാണ്. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ടിനിയെയും ഈ കുടുംബത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഒരാളുടെ പെട്ടെന്നുള്ള ഒരു അസാന്നിധ്യം തീർച്ചയായും വേദനാജനകമാണ്. ടിനിക്കും, ടിനിക്കും ഈ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ
അനുശോചനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹിതമാണിത്. തമ്പുരാൻ ഇഷ്ടപ്പെട്ടവരെ വേഗം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വിളിക്കുന്നു. നമുക്കറിയാം, ചിന്നമ്മ ചേച്ചിയെ കർത്താവ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ സന്നിധിയിലേക്ക് വിളിച്ചു. ജീവിതത്തിന് വന്നു പോയിട്ടുള്ള കുറവുകളെല്ലാം പരിഹരിച്ച് അവിടുത്തെ വലതുഭാഗത്തെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു സ്വർഗീയ മധ്യസ്ഥയെ കൂടി ലഭിക്കുകയാണ്. ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചിന്നമ്മ ചേച്ചിക്ക് സാധിക്കും. അതുകൊണ്ട് ചിന്നമ്മ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചിന്നമ്മ ചേച്ചിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചിന്നമ്മ ചേച്ചിയുടെ സഹോദരങ്ങൾക്കും അച്ഛനും സിസ്റ്ററും മറ്റു സഹോദരങ്ങൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാ അനുശോചനവും അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അനുദപിക്കുന്ന പാവികളുടെ നിസ്സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കുന്നു. ഈ ജലത്താൽ തന്നെ ഞങ്ങളുടെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വതന്ത്രങ്ങളുടെ പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിനെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അതിൽ നിങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കരുണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്തിൽ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിനും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പുഷ്പം പോലെയാണ് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് തിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും ഞങ്ങളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ധ്യാനിക്കത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
ദാസനെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുണക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളേ ചെയ്തേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോനാകും മധ്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രഭനാം മിശിഹാ കർത്താവേ, വണ്ടിപ്പാടി നമിക്കുന്നേ. വിശ്വാസത്തിൻ വിധിതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുവിധം ചേർക്കണമേ മഹിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ് സഭയ്ക്കെതിരെ ലേഖനം. എന്റെ സഹോദരി, മനുഷ്യരുടെ പ്രത്യാശിക്കാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം നാം വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലകളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സർവ്വത്തിന് എഴുന്നള്ളവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഖലയെടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവുപകൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലേക്കും തിന്മ ചെയ്യുന്നവർ വിധിയുടെ ഉയർപ്പിലേക്കുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും എഴുതാവത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഈ ആത്മാവിന്റെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്റെ ദുർമുഖത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഗൗരവത്താൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിച്ച ഈ ആത്മാവിന്റെ അപരാധം കടന്ന് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യരുടെ പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയിൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സൗരാജിനെ അവകാശിയാക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കടന്നു മിശിഹായെ കരയുന്ന കണ്ണുകൾ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയെന്ന് യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളെ ചെയ്യുമാറാകട്ടെ. എന്റെ മകനുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിൽ സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നിഴലിൽപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരുന്നാകുന്നു കരയുദേവം കരുണയോടന്തികമാർഗേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായവിനെ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. സാവധാനം നമ്മൾ നടന്നാണ് പോകുന്നത്. സാവധാനം 2 ലൈനുകളായി എല്ലാവരും കുരിശിന് പിന്നാലെ ദേവാലയത്തിലേക്ക് പോകണം. ഏറ്റവും മുന്നിൽ കുരിശ് പോകുന്നു, അതിന് പിന്നാലെ 2 ലൈനായിട്ട് പോവുക. അടുത്ത ബന്ധുക്കൾക്ക് ഈ സമയം അന്തിമോപചാരം അർപ്പിക്കാവുന്നതാണ്. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം
ശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. മിഴി നിറയരുതേ, മൊഴി പതറരുതേ. മിഴി നിറയരുതേ, മൊഴി പതറരുതേ. താതൻ വിളി കേട്ടു പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം.
ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കുന്ന നാട്ടിലേക്കാ. മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കുന്ന നാട്ടിലേക്കാ. ദൈവമേ, അങ്ങിൽ ഒന്നായി ചേരുവാൻ പ്രത്യാശയോടിതാ ഞാൻ വരുന്നു. ദൈവമേ, അങ്ങിൽ ഒന്നായി ചേരുവാൻ പ്രത്യാശയോടിതാ ഞാൻ വരുന്നു. സോദരരേ, സ്നേഹിതരേ, തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടി പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. നിക്ഷേപം സമ്പാദിക്കണം. നിക്ഷേപം സമ്പാദിക്കണം. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥന
എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ, കൈകളിലൽപ്പം ധനമില്ലാതെ പോകുന്നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ, വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മുറിഞ്ഞകളിലെ കുർബാനകളെ, വയറ്റുപറമ്പയിലെ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ഇന്ന് മുറിഞ്ഞകളിലെ കുടുംബാംഗമായിരുന്ന, മുറിഞ്ഞകളിലെ കുടുംബത്തിലെ അമ്മയായിരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ചിന്ന ചേച്ചിയുടെ, ഞങ്ങളുടെ എല്ലാം കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ ചിന്നയാനിയുടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലതൊട്ടമ്മയുടെ ശവ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് മുറിഞ്ഞകളിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദുഃഖത്തിൻ്റെ, വേദനയുടെ ദിവസങ്ങളാണ്. കഴിഞ്ഞ 2-3 മാസമായി രോഗാവസ്ഥയിലായിരുന്ന ചിന്നയാനി വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളിൽ വിട്ടുപോയ ആ സത്യാവസ്ഥ അംഗീകരിക്കുവാൻ സത്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കടാക്ഷവും അത്യാവശ്യമാണ്. എന്റെ അമ്മയുടെ നേരെ ഇളയ അനിയത്തിയാണ് ഈ ചിന്നയാനി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ചിന്നയാനിയുടെ ജീവിതം ഒരു വിശുദ്ധിയുടെ ജീവിതമായി. ഞങ്ങളുടെ ചിറ്റപ്പൻ ചിന്നയാനിയുടെ ഭർത്താവായ ഞങ്ങളുടെ ചിറ്റപ്പൻ മരിക്കുമ്പോൾ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു. മരിക്കുന്ന ഓർമ്മ പോലും എനിക്കില്ല. പക്ഷേ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയെ ഈ ചിന്നയാനിയുടെ ജീവിതത്തിലൂടെ ഞാൻ ദർശിച്ചു. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വേദനയിലും ദുഃഖത്തിലും ഒരു സഹായവുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലുമെല്ലാം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരുണയാൽ, ആ ദൈവത്തിന്റെ ശക്തിയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണം ഈ ചിന്നയാനി ഞങ്ങൾക്കെല്ലാം കാണിച്ചു തന്നു. ഞങ്ങളുടെ ചിറ്റപ്പന്റെ മരണശേഷം ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ചിന്നയാനി തന്റെ മക്കളെ എല്ലാം വളർത്തി വലുതാക്കി ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിച്ചു. ഈ ഒരു ഉദാഹരണം നമ്മളുടെ മുന്നിൽ ഇന്ന് ഉണ്ടായിരിക്കുക ദൈവത്തിന്റെ പ്രത്യേകമായ കടാക്ഷം കൊണ്ട് തന്നെയാണ്. ആ ഒരു ദൈവത്തിന്റെ പ്രത്യേകമായ കടാക്ഷം ചിന്നയാനിക്ക് ഈശോയിലുള്ള ദൃഢമായ വിശ്വാസമാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലെ കഷ്ടപ്പാടും വേദനകളും നിരാശകളും ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യാശയായി, ഒരു സ്നേഹത്തിന്റെ ഒരു കിരണമായി എപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ഞങ്ങൾക്ക് പ്രോത്സാഹനം തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിന്നയാനിയുടെ. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആകാൻ സാധിക്കും. കാരണം തന്റെ കഷ്ടപ്പാടുകളും വേദനകളും ദാരിദ്ര്യവും എല്ലാം മറന്നുകൊണ്ട് വേറൊരാളുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവർക്ക് പ്രചോദനമായി തീരുക, ഇത് ഈശോയുടെ പ്രത്യേകമായ കടാക്ഷമില്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീവിക്കുന്ന വിശുദ്ധിയായ ഒരു രക്തസാക്ഷിയായിരുന്നു പ്രിയപ്പെട്ട ചിന്നയാനി ഞങ്ങൾക്കുണ്ടാവും. എന്റെ അമ്മയുടെ മുഖം ദർശിക്കുവാനായിട്ട്, എന്റെ അമ്മ കഴിഞ്ഞ 3 വർഷം മുമ്പ് മരിച്ചതിന് ശേഷം എന്തെങ്കിലും എന്റെ അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ചിന്നയാനിയെ എന്റെ മനസ്സിൽ ഓർക്കുമായിരുന്നു. കാരണം ഈ അവസാന നാളുകളിൽ എന്റെ അമ്മയുടെ അതേ മുഖം ഈ എന്റെ ചിന്നയാനിക്ക് കൊണ്ടായിരുന്നു. എങ്ങനെ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ആശ്വാസമായി, സമാധാനമായി, വിശ്വാസത്തിന്റെ കിരണമായി, സ്നേഹത്തിന്റെ പ്രതീകമായി മാറാൻ സാധിക്കും, അത് ചിന്നയാനിയിലൂടെ ഞങ്ങളെല്ലാവരും പഠിച്ചു. ഈ പ്രിയപ്പെട്ട ചിന്നയാനി ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, തന്റെ കഷ്ടപ്പാടിലും വേദനയിലും ദുഃഖത്തിലും ഒന്നും ഒരു വിധത്തിലുള്ള പരാതിയും ആരോടും പറയുന്നത് കേട്ടിട്ടില്ല. എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, സമ്പത്തില്ല, അങ്ങനെ ഒരു പരാതിയും തന്റെ ജീവിതം വഴി ചിന്നയാനി ആരോടും പറഞ്ഞിട്ടില്ല.
എല്ലാം തന്റെ ദൈവത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ സ്നേഹമുണ്ട്, ഈശോയുടെ അതിയായ വിശ്വാസമുണ്ട്. എല്ലാം നേരിട്ട് സഹിച്ച് ഇന്ന് ഒരു പുണ്യവതിയായി എന്റെ മുന്നിൽ നിൽക്കുക. ഈ പുണ്യവതിയുടെ ഫലങ്ങൾ കാണണമെങ്കിൽ ചിന്നയുടെ മക്കളിലേക്ക് നോക്കിയാൽ 4 മക്കളില് ഒരാള് കർത്താവിന്റെ അണിയാൻ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടുവെങ്കിലും 3 പേരും മക്കളും മക്കളുടെ മക്കളും എല്ലാം നല്ല നിലയിൽ വിശ്വാസത്തിൽ വളർന്നു വരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ വലിയ ജോലി കിട്ടി വലിയ വലിയ സമ്പത്തുള്ളവരായി തീർന്നുള്ളതല്ല. അവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ദൈവത്തിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ സഹോദരങ്ങളെ സ്നേഹിച്ചു വളർന്ന ഒരു നല്ല കുടുംബത്തിലെ അംഗങ്ങളായി അവർ തീർന്നു, അവരെ വളർത്തി എന്നുള്ളതാണ് ഈ ചിന്നയാന്റിയുടെ ഒരു പ്രത്യേകത. ഈ ഒരു നിമിഷത്തില് ചിന്നയാന്റി സ്വർഗത്തിലിരുന്നുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ നല്ല ഒരുക്കത്തോടുകൂടി യേശുവിന്റെ വചനം സ്വീകരിച്ച്, യേശുവിന്റെ പാപസ്വീകാരം സ്വീകരിച്ച്, യേശുവിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ചിന്നയാന്റി നമ്മിൽ നിന്ന് പുറകിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് എനിക്ക് എന്റെ ഒരു വിശ്വാസം, എന്റെ ഒരു ആശ്വാസം, എന്റെ തലതൊട്ടമ്മ ഇന്ന് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും മരണം, വേർപാട് ഒരു ദുഃഖത്തിന്റെ ഒരു അവസരമാണ്. ഹൃദയത്തിൽ നമുക്ക് എല്ലാവർക്കും ചിന്നയാന്റെ വേർപാടിൽ ദുഃഖവും വേദനയും ഉണ്ട്. എന്നിരുന്നാലും സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം ചിന്നയാന്റി ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കുവാൻ എത്തിയിട്ടുണ്ട്. ഈശോയുടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത് ലോകത്തുള്ള എല്ലാ പരിചയമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനം നൽകുകയും സഹായിക്കുകയും ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ചിന്നയാന്റി ഇന്ന് സ്വർഗത്തിലിരുന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി ഒരു ചാനലായി, ഒരു നീർച്ചാലായി ഇന്ന് ചിന്നയാന്റി നമ്മളുടെ മുന്നിൽ സ്വർഗത്തിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആശ്വാസവും സമാധാനം നൽകുന്നു. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുറിഞ്ഞുകളെ കുടുംബാംഗങ്ങളെ, എന്റെ സഹോദരങ്ങളെ, എനിക്കും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചിന്നയാന്റിയുടെ വേർപാട് ദുഃഖിക്കുന്ന വായാട്ടുപറമ്പിലെ ഓരോ ജനങ്ങൾക്കും, പിന്നെ മുറിഞ്ഞുകളെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും, എന്റെ ഇതിനെ അങ്കിളായ ഫാദർ മാത്യു കനേരിക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, സിസ്റ്റർ ട്രീസായിക്കും, ചിന്നയാന്റിയുടെ സഹോദരന്മാർക്കും എല്ലാം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അടികൾക്ക് വിശ്വസിച്ച് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചിന്നയാന്റി പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കർത്താവിന് മുമ്പിൽ ചിന്നയാന്റി സമർപ്പിക്കാം. നാമത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈശോ ഹൃദയാകിടക്കും ജീവനമതുള്ളൂ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമിയിറങ്ങി ശബ്ദമുയർത്തുമ്പോൾ ും
നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം സമർപ്പിച്ച് ചെയ്യാതെ ദൈവത്തിന്റെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെയും നല്ലവർക്ക് സ്വഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ ലളിതാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ഇയാളെ തന്നെ ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവമയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്തോഷിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെ രാജാവാകും. ഇവിടെ പരിപാടി ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എന്റെ ആത്മാവിനെ കൃപാവരം ചരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായവരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തെ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെന്റെ നാഥൻ വീടു തേടി യാത്ര പോകുന്നു.
സ്നേഹത്തിനൊക്കെയും നന്ദിയേകുന്നു ഞാൻ. സ്നേഹത്തിനോർമ്മകൾ അലിവുള്ള നന്മകൾ ഓർക്കുന്നു ഞാൻ പ്രിയരേ. പകരമായേകുവാൻ ശൂന്യമാമെൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും. അനുഗ്രഹമേകട്ടെ ദൈവമെന്നും. ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. നീർക്കുമിളകൾ പോലെ മർത്യന്റെ ആശകൾ ഈ ലോക ജീവിതത്തിൽ പരലോകയാത്ര ഇതിൽ ജീവിതാന്ത്യത്തിലൻ സുകൃതങ്ങൾ കൂടെയുണ്ട്. പിതൃഭവനത്തിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ പരമാനന്ദം നുകർന്നിടും ഞാൻ. നാഥന്റെ പൊന്മുഖം കാണും ഞാൻ. എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിലൊരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ നീതിമാന്മാരുടെ കാറ്റിലെ പ്രവേശിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധവും വിശുദ്ധ തരത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് ദിവ്യപുത്രന്റെ ഉണ്ടാവുന്നവനെ വിശ്രമം നൽകേണ്ട ഈ ഖബറിൽ നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിലെ നാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വഭാവനെ തളിക്കുകയും ഞാൻ നിർമ്മലാക്കുകയും നിർമ്മലാകും. അതിലെ നീ കഴുകുക, ഞാൻ മഞ്ഞേക്കാൾ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കട്ടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. അവരാന്റെ കീർത്തനങ്ങൾ പാടും, ഹൃദയാന്തരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുഖരാണവരും നോക്കണമേ. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിസ്തുതരെ നിത്യതയിലും ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. തിരുമണിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധികളേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായെ മൃഗരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ ഞങ്ങളെല്ലാം നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ. ഉത്ഥാനം നീയേകുന്ന നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻകൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകമാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സംഗീതം
നിന്നെ വിളിക്കട്ടെ മതമണിഞ്ഞവൻ മഹിമയോടെ കാവല സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചൈതന്യത്താൽ സാധാരണ മാർത്തവരുടെ കടശീലുദ്ധാനം ഇതരാം തനിവാസരുളട്ടെ കർത്താവഹിലേശൻ കർത്താവിൻ ദാസീവിധിമാലിൽ കാതല സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം കർത്താവിൻ ദാസീവിധിമാലിൽ കാതല സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടിൽ തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും ഞാൻ കണ്ണീര് കുടിക്കുന്നു എന്റെ ആത്മാവെ നീ എന്തിനു നിരാശപ്പെടുന്നു നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു നീ ദൈവത്തിൽ ആശ്രയിക്കുക ആദ്യം മുതൽ എന്നേക്കുമാവേ കാട്ടരുവി തേടി നടക്കുന്ന പാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവിതമായ കൃത്യത്താൽ ആശ്രയിപ്പിച്ച കർത്താവ് ആശുദ്ധം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസിയെ വിളിക്കുകയും നിന്നെ പലതുവാ നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനും അധികർത്താവുമായ ജീവന്റെയും മരണത്തിനും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഈ മൃതസംസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് 3 അമ്മമാരുണ്ടായിരുന്നു. ഒന്ന് എന്റെ പ്രസവിച്ച അമ്മ, പിന്നെ എന്റെ മൂത്ത 2 പെങ്ങന്മാർ. ഈ ചിന്നപ്പെങ്ങളെ കൂടെ നിന്നാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത്. ഞാൻ ഇന്ന് ഒരു വരികനാ നിൽക്കുന്നെങ്കിൽ അത് ഒത്തിരിയേറെ പങ്ക് എന്റെ ചിന്നപ്പങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ചിന്നപ്പങ്ങളുടെ വേർപാടിൽ അനുശോചനം അറിയിക്കാൻ വന്നവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഭയിൽപ്പെട്ട അങ്ങൾക്ക്, അതുപോലെ എൻ്റെ അളിയൻ്റെ സഹോദരിയുടെ പുത്രനുണ്ട് റോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുവായ ജോമേഷ് അച്ഛനുണ്ട്. ജോമേഷ് അച്ഛനും വികാരിച്ചനും ജോണച്ചനും മറ്റെല്ലാ അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കണ്ടത്തിക്കുടി ജോയ്സൺ ഞങ്ങളുടെ സഹോദരനാണ്. അതുപോലെ ഞങ്ങളുടെ സഭയിൽ നിന്ന് എല്ലാ അച്ഛന്മാരും അവർ വന്നു പോയി. എല്ലാവർക്കും നന്ദി പറയുന്നു. റോയി അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഹോദരി ഒരു വിശുദ്ധയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒത്തിരിയേറെ സഹനങ്ങൾ സഹിച്ച് പരാതി കൂടാതെ സഹിച്ച് സ്വർഗീയ പിതാവിലേക്ക് പുറപ്പെട്ടു. നമ്മളെല്ലാവരും ഒരിക്കലും മരണമടയേണ്ടവരാണ്. ടാഗോറിന്റെ അതിവിശിഷ്ടമായൊരു കവിതയുണ്ട്. എന്റെ അവസാനം പൂർത്തിയാക്കി എന്റെ മുറിയുടെ വാതില് പൂട്ടിയിരിക്കുന്നു.
എന്നെ സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതാ എൻ്റെ താക്കോല് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. എൻ്റെ സാന്നിധ്യം പ്രകടിപ്പിച്ച ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു. എല്ലാവരും ഞാൻ യാത്ര പറഞ്ഞ് ഞാൻ പോകുന്നു. അതുപോലെ യാത്ര പറഞ്ഞ് പുറപ്പെട്ട ഒരു സഹോദരിയുടെ വേർപാറ്റം നിൽക്കുന്നു. എൻ്റെ കൂടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന GBH ജർമ്മൻ ജോലിയിലുള്ള അച്ഛന്മാരുടെയും പ്രതിനിധിയായി ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവധിക്ക് വന്നതാണ്. GBHന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് മുറിഞ്ഞ കുടുംബത്തെയും ഭയങ്കര കുടുംബത്തെയും എല്ലാം അങ്ങനെ വളർത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ചോദിച്ച നല്ലൊരു സന്ദേശം പറഞ്ഞു ചോദിച്ചു പ്രത്യേകം നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോട് കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവൻ നൽകി സ്വർഗ്ഗരാജ്യമായ വർഷത്തിലേക്ക് ഞങ്ങളുടെ സഹോദരി പ്രവേശിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി മിശിഹായുടെ മതിയായ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ നമ്മുടെ സംസ്കാരം സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധന്മാരെ രക്ഷണമേയാൾക്കു നൽകാം. വരുവിൻ വാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതനാം കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നുടെ സവിധം കൈക്കൊള്ളണമേ രക്ഷകനീശൻ തൻ തിരുകൃപയതിനാലേ തൻ തിരുകൃപയതിനാലേ. പൂർവപിതാവ അബ്രാമിന്നുടെ മടിയിൽ നിന്നെ അണയ്ക്കാം. മാലാഖമാർ നിരനിരയായി ആഗതരായിടട്ടെ. ആഗതരായിടട്ടെ. നാഥാനിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ. നാഥാനിത്യവെളിച്ചമിയാളി ശോഭിതമാക്കണമേ. ശോഭിതമാക്കണമേ. വരുവിൻ
അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന് തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിൻ